ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ KFC ആണ് കേട്ടോ, റോസ്റ്റഡ് ചിക്കൻ. അപ്പം ഇത് നമുക്ക് വീട്ടിലെ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് വേറെ ഇൻഗ്രീഡിയൻറ്റ് തപ്പി പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് തൊലി ഇല്ലാതെയാണ് കേട്ടോ. ഇപ്പോൾ സ്കിന്നോട് കൂടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്കിന്നില്ലാതെ തന്നെയാണ്. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ നമുക്ക് മുക്കി വെക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അത് 20 മിനിറ്റത്തേക്ക് അങ്ങനെ തന്നെ വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. ആദ്യം 2 മുട്ട എടുക്കാം കേട്ടോ. 2 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് ചേർത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ആ വിനാഗിരിയിൽ മുക്കി വെച്ച ചിക്കന് വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് കുടഞ്ഞ് എല്ലാം വെള്ളം നല്ല പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്കിതിലേക്ക് മുക്കി വെക്കാം. നല്ല മുങ്ങി നിൽക്കണം കേട്ടോ. ഞാനിപ്പോൾ 4 പീസ് എടുത്തേക്കുന്നതുകൊണ്ടാണ് ചെറിയ ബൗൾ എടുത്തേക്കുന്നത്. അപ്പം ചിക്കൻ എത്രയുണ്ടോ അത്രയും തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ചിക്കൻ നല്ല ടെൻഡറായിട്ടിരിക്കണം. അതിന് വേണ്ടിയാണ് ഇത് ആദ്യം വിനാഗിരിക്കകത്ത് കുറച്ച് നേരം മുക്കി വെച്ചു. പിന്നെ നല്ല പുളിയുള്ള തൈരിനകത്തും ഇതേപോലെ മുക്കി വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ എത്ര എടുക്കുന്നോ അത്രയും ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കുറച്ചും കൂടെ കൂട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂർ, കുറഞ്ഞത് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോളൂ, ഫ്രീസറിലല്ല താഴെ തന്നെ വെച്ചോളൂ കേട്ടോ. അപ്പം വെളിയിൽ 2 മണിക്കൂറോളം നമുക്ക് വെച്ചേക്കാം. അപ്പോൾ എത്രത്തോളം ആ ബാറ്ററിൽ ആ ചിക്കൻ മുങ്ങിയിരിക്കുന്ന അത്രത്തോളം സോഫ്റ്റായി കിട്ടും. അതേപോലെ ആ ഉപ്പും മുളകും എരിവും എല്ലാം അതിലേക്ക് പിടിച്ചോളൂ കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വറുക്കാൻ എടുക്കുന്നത്. അപ്പോൾ വറുക്കാൻ എടുക്കുന്ന തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഈ പൊടി തയ്യാറാക്കി വെക്കാം. അതായത് 1.5 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. അപ്പോൾ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുവാണ്. ഇത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ചിലർ ബാറ്ററിൽ മുക്കി വെക്കത്തില്ല, അല്ലാതെ തന്നെ ആദ്യം മസാലപ്പൊടിയിലൊക്കെ മുക്കി വെച്ചിട്ട് പിന്നെ ബാറ്ററിൽ മുക്കി പിന്നെ പൊടിയിൽ മുക്കി പിന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നില്ല. ബാറ്ററിൽ തന്നെ മസാലകളെല്ലാം ചേർത്തിട്ട് മുക്കി വെച്ചിട്ട് പിന്നെ പൊടിയിൽ പുരട്ടിയെടുത്ത് വറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഫ്ലേക്സ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കോട്ടിങ് കിട്ടണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആ ബാറ്ററിൽ മുക്കിയതിന് ശേഷം പിന്നെയും ഒന്ന് മാവിനകത്തിട്ട് പുരട്ടിയിട്ട് ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നല്ല ഫ്ലേക്സും അതേപോലെ കുറച്ച് കോട്ടിങ് കുറച്ച് കട്ടിക്ക് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ താല്പര്യത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ വറുത്തണയ്ക്കാത്തതിന് വീണ്ടും ഒക്കെ ഒരുപാട് ഒക്കെ വറുത്തെടുക്കുമ്പം അതിനൊരു കനച്ച ഒരു ടേസ്റ്റ് വരും അല്ലേ. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു കനപ്പ് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്രഷ് എണ്ണയ്ക്കകത്തല്ലേ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് മാവിട്ട് നോക്കിയിട്ടുണ്ട് ചൂടാവാൻ. അപ്പോൾ കുറച്ച് ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വറുത്തെടുക്കാം. കാരണം ഒരു സൈഡ് മാത്രം മൂത്തിട്ട് അപ്പുറത്തെ സൈഡ് തിരിച്ചിടാൻ നിൽക്കരുത്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം. അപ്പം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു ഭാഗം വേവത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോയിലിട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ലെഗ് പീസ് ആയതുകൊണ്ട് ഈ പാത്രത്തിൽ ശരിക്കും അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച്, അത് ചിക്കൻ്റെ വലിപ്പം അനുസരിച്ച് പാത്രം എടുക്കുക. ഞാനിപ്പം കുഴിവുള്ള പാത്രം എടുക്കുന്നത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയാണ് കുഴിവുള്ള പാത്രം എടുത്തത്. അപ്പം ഇത്രയും വലിയ പീസ് എടുക്കാതെ കുറച്ച് ചെറിയ പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഇടത്തരം പരുവത്തിലുള്ള പീസിലാണ് കൂടുതലും നല്ലത് നമുക്ക് ഈ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ആദ്യത്തെ എടുത്ത് വറുത്തതിന് ശേഷം അടുത്തതും ഇതുപോലെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ചൂടോടെ കഴിക്കുക. കൂടെ നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കുക, അതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പുറമേ നല്ല മൊരിഞ്ഞ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മയണൈസ് മുക്കി കഴിയാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെയ്തിട്ടില്ലാത്തവർ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക്